പല മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പല ടെക്നിക്സും ചോദിക്കാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഡോമിനന്റ് സെൻസസ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത്. എന്താണ് ഈ ഡോമിനന്റ് സെൻസസ്? ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജൻ. മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, 5 സെൻസസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, ഗസ്റ്റേറ്ററി, ഒൾഫാക്ടറി. വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച, ഓഡിറ്ററി എന്ന് വെച്ചാൽ നമ്മുടെ കേൾവി, കൈനസ്തെറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ, നമ്മുടെ ഫീലിങ്സ്, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ്, പിന്നെ ഒൾഫാക്ടറി എന്ന് വെച്ചാൽ നമ്മുടെ സ്മെല്ല്. ഇതിൻ്റെ അകത്ത് ഈ ഇന്ദ്രിയങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഇന്ദ്രിയങ്ങളും ഡോമിനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഇന്ദ്രിയങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ഈ ഇന്ദ്രിയങ്ങളിൽ പഠിക്കാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളാണ്. അതായത് നമ്മുടെ വിഷ്വൽ സെൻസസ്, വിഷ്വൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ച, പിന്നെ ഓഡിറ്ററി നമ്മുടെ കേൾവി, പിന്നെ നമ്മൾ കൈനസ്തെറ്റിക് നമ്മുടെ മനസ്സുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ടുള്ളത്. ഈ 3 സെൻസസും വെച്ചാണ് നമുക്ക് ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ കുട്ടിക്ക് ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡോമിനന്റ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളതെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഫോർ എക്സാമ്പിൾ ഓഡിറ്ററി സെൻസസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങളും കേട്ട് പഠിക്കാനാണ് താല്പര്യം. അത് അങ്ങനത്തെ കുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും. അവർ കൂടുതലും ഉറക്ക വായിച്ച് പഠിക്കും. അവർ ബാക്കിയുള്ളവർ ഉറക്ക വായിക്കുന്നത് കേട്ട് പഠിക്കും. അവർ റെക്കോർഡർ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇയർ പീസ് വെച്ച് പഠിക്കും. ആ രീതിയിൽ എന്ന് വെച്ചാൽ കേൾവിയിലൂടെയാണ് അവർ കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത്. അത്തരം കുട്ടികൾ ആ രീതിയിൽ ആയിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം.